ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു. ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ വേഗം ഹാളിലെ സാധനങ്ങളൊക്കെ എടുത്ത് മാറ്റുകയാണ്. കാരണം നമ്മുടെ കാനഡയിലെ സാധനങ്ങൾ താഴെ വന്ന് നിൽക്കുന്നുണ്ട്. ഹാപ്പിടാ. മെഴിക്കുട്ടിയുടെ ടോയ്സ് മുഴുവൻ അതിൻ്റെ ഉള്ളിലാണ് കേട്ടോ. അതാണ് മെഴിക്കുട്ടി ഭയങ്കര ഹാപ്പി ആയിട്ട് കാത്തു നിൽക്കുന്നത്. 2 ദിവസമായി മെഴിക്കുട്ടി എപ്പോൾ എത്തും എന്ന് ചോദിച്ചുകൊണ്ടേയിരിക്കുന്നു. അങ്ങനെ അവസാനം നമ്മുടെ സാധനങ്ങളൊക്കെ എത്തിക്കഴിഞ്ഞു. എന്താ ഇറക്കണവര്? അവര് 2 പേരാണ് കേട്ടോ ഉണ്ടായിരുന്നത്. നമ്മൾ താമസിക്കുന്നത് 3rd ഫ്ലോറിലായതുകൊണ്ട് തന്നെ ഇത് മുഴുവൻ അവർക്ക് ഏറ്റിട്ട് വേണം മേലേക്ക് കൊണ്ടുവന്ന് വയ്ക്കാൻ. ഇത് നമ്മുടെ സാധനങ്ങൾ ഓരോന്നായിട്ട് എത്തി തുടങ്ങി. ചെയറും പിന്നെ ഇങ്ങനെ കാർഡ്ബോർഡ് ബോക്സിലാണല്ലോ എല്ലാം പാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. ടോയ് സൗണ്ട് ഉണ്ടാക്കണം, കേൾക്കണ്ടോ? ഉണ്ണീനെ കണ്ട സന്തോഷത്തിലാവും അല്ലേ? ഉണ്ണിയുടെ എന്തോ സൗണ്ട് ഉണ്ടാക്കുന്നുണ്ട്. What is that? അവരിവിടെ എല്ലാം ഇറക്കി പോയിട്ടുണ്ട്. ഇനി ഇതെല്ലാം നമുക്ക് അറേഞ്ച് ചെയ്യാന്നുള്ളതാണ് ഏറ്റവും വലിയ പണി വരുന്നത്. നമ്മുടെ വീട്ടിലിപ്പോൾ ഒന്നുമില്ല, എല്ലാം നമുക്ക് അറേഞ്ച് ചെയ്തിട്ട് വേണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളുടെ ഫുൾ അറേഞ്ച്മെൻ്റ് ആണ്. ഓരോ ദിവസം ഇപ്പോൾ കണ്ടോ ബോക്സായി ഇങ്ങനെ കിടക്കുന്നു. എനിക്ക് ഉണ്ണിക്ക് എന്താ പറയാനുള്ളത്? എനിക്ക് എന്താ ചെയ്യേണ്ടത്, എവിടെ നിന്ന് തുടങ്ങണമെന്ന് ഒരു പിടിയില്ല. അപ്പം ഞാൻ വിചാരിച്ചു ശരി നമുക്കൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. എങ്ങനെയാണ് ഇതിൽ ഓരോ ബോക്സിലും അവർ അറേഞ്ച് ചെയ്തിരിക്കുന്നതെന്ന് കാണിച്ചു തരാം. ഓരോന്നും ഇതാണ്ടോ ഇങ്ങനെ പൊതിഞ്ഞ് ഇതിപ്പോൾ ഞാൻ ഇതിൻ്റെ ഒക്കെ പൊതി അഴിച്ചതാണ് കേട്ടോ. ഇങ്ങനെ ഓരോന്നും പൊതിഞ്ഞിട്ടാണ് അവർ പാക്ക് ചെയ്തിട്ടുള്ളത്. അത്രയും ഇത് ഓപ്പൺ ചെയ്യേണ്ട കാര്യമില്ല ഉണ്ണി, ഇതിൽ ഫുള്ള് ഷൂ ആണ്. നമ്മുടെ ഷൂ കാര്യങ്ങളൊക്കെ ആണ്, വിൻ്റർ ഷൂ അങ്ങനത്തെ ഐറ്റംസ് ആണ്. നോ, ஆக்கரி கடையில் இருக்கிற சாதனம்லாம் எடுத்துட்டு வந்து അങ്ങനെ ഓരോന്നും പണ്ടത്തെ കണ്ണട. ആ സ്കെയിലുണ്ടല്ലോ ഒരു 3 പേപ്പറിലാണ് അവർ പൊതിഞ്ഞ് വെച്ചിരുന്നത്. ഞങ്ങൾ എന്താ അതിൻ്റെ ഉള്ളിലെന്ന് വിചാരിച്ച് തുറന്നു നോക്കുകയായിരുന്നു. വെറും ഒരു സ്കെയിലായിരുന്നു. എനിക്ക് തോന്നുന്നത് വെയിറ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് അവർ ഇത്രമാത്രം പേപ്പറുകൾ പൊതിയാന്നുള്ളതാണ്. അങ്ങനെ ഓരോ സാധനങ്ങളും അവർ 2-3 പേപ്പർ, ഇതാ ഈ ഫോട്ടോ കണ്ടില്ലേ, ഇതൊരു 4-5 പേപ്പറിൽ പൊതിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതാണ് പെവിലിയൻ്റെ ആൾക്കാർ നമ്മൾ വന്നപ്പോൾ നമുക്ക് തന്നിട്ടുണ്ടായിരുന്ന ഒരു ബാഗ്. ഇതിൻ്റെ ഉള്ളിൽ ടിഷ്യൂ പേപ്പർ ഉണ്ടായിരുന്നു, പിന്നെ ടോയ്ലറ്റിൽ യൂസ് ചെയ്യാനുള്ള ആ പമ്പില്ലേ അതുണ്ടായിരുന്നു, പിന്നെ ഡിഷ് വാഷറിൽ യൂസ് ചെയ്യാനുള്ളതും ഒരു ചെറിയ വാഷിംഗ് സോപ്പ് അങ്ങനത്തെ സാധനങ്ങൾ, പിന്നെ ഒരു കുപ്പി വെള്ളം. ഇത്രയും സാധനങ്ങളാണ് അതിൻ്റെ ഉള്ളിലുണ്ടായിരുന്നത്. ഞങ്ങൾ രാത്രി വന്നപ്പോൾ ഒന്ന് ചുമ്മാ നടക്കാൻ ഇറങ്ങിയതാണ്. അപ്പോൾ ഇങ്ങോട്ട് പോകുന്നതാണ്. ഇവിടെ എന്തൊക്കെയാണ് ഉള്ളതെന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഇതൊക്കെ നമ്മുടെ പെവിലിയൻ്റെ ഉള്ളിലുള്ള സംഭവങ്ങളാണ് കേട്ടോ. അപ്പോൾ കളിക്കാനുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് ലൈറ്റ് ഇടാൻ പോലും തപ്പി നടക്കേണ്ട ഒരവസ്ഥയായിരുന്നു. രാത്രിയിലെ ഫുഡ് നമ്മളിന്ന് പുറത്തുനിന്ന് വാങ്ങുക ചെയ്തത്. എല്ലാ സാധനങ്ങളും എത്തിയോണ്ട് തന്നെ എല്ലാം ഒന്നും അറേഞ്ച് ചെയ്യാനൊക്കെ ടൈം എടുക്കും.
ചിക്ക്-ഫില്ലേന്നാണ് വാങ്ങിയത്. ഞങ്ങളൊരു ബർഗർ വാങ്ങി, മേഴ്ക്കുട്ടിക്ക് ചിക്കനും. What's this? ബർഗർ. ബർഗർ. I want chicken. I take. Can you wait for me? Yeah, sure. And that way. Mama, what you see? ഇന്ന് നമ്മൾ നമ്മുടെ അപ്പാർട്ട്മെൻറ്റിൻ്റെ ഈ ഏരിയ മുഴുവൻ ഒന്ന് ചുറ്റിക്കാണാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ്. കണ്ടോ, ആ ഭാഗത്ത് ഫുൾ റെഡ് കളറുള്ള ഇലയായിരുന്നു കേട്ടോ. നല്ല ഭംഗിയായിരുന്നു കാണാൻ. ഓയ്, നമ്മൾ വേസ്റ്റ് കൊണ്ടുവിടാൻ വേണ്ടി വന്നതാണ്. പക്ഷേ ഇവിടെ കണ്ടില്ലേ എന്ത് ഭംഗിയാ. അല്ല ഉണ്ണി, ഉണ്ണിക്കിഷ്ടമായി ഇവിടെ കണ്ടില്ലേ? ഇനി നമുക്കിവിടെ 2 ക്ലബ് ഹൗസ് ഉണ്ട്. ഒന്ന് ഞാൻ രാത്രി ഉള്ളത് ഞാൻ കാണിച്ചു തരാം. ഞങ്ങൾ രാത്രി പോയത്. വേറൊരു ക്ലബ് ഹൗസ് ഒന്ന് കാണിച്ചു തരാം. വൈകുന്നേരം ഞങ്ങൾ വെറുതെ നടക്കാൻ ഇറങ്ങിയത്. ഓക്കെ, ഇവിടെയാണ് അല്ലേ 2ാമത്തെ പൂള്? ഇതേനെ ചാടുക. No pull the top. You just that way. You that way. Ready? 1, 2, Go. 3. Good. ഈ ബ്രിഡ്ജ് അടിപൊളിയാണ് കേട്ടോ. 2 സൈഡും കളർഫുള്ളും. ഇതൊന്നും വല്ല കരടി വല്ലതും ചാടി വരുമോ എന്നുള്ളതാണ് പേടി. നല്ല ഭംഗിയില്ലേ? ആ, ഇപ്പൊ ഇരുട്ടായതുകൊണ്ട് അല്ലെങ്കിൽ കുറച്ചുകൂടി ഭംഗി. കിളിയോട് പറക്കുന്നുണ്ട്. Go. Faster. I'm gonna run. ക്ഷീണിച്ചടാ. I'm gonna run. Go faster, Papa. No, I am. എത്ര സ്പീഡിലാ? ഇന്നത്തെ കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ ഞാനിവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. നമ്മൾ വീടൊക്കെ അറേഞ്ച് ചെയ്യുന്നതിൻ്റെ വീഡിയോ ഞാൻ വേറെ ആയിട്ട് തന്നെ ഇടാം. ഇതിൽ കാണിച്ചാൽ ഇത് വലിയൊരു വീഡിയോ ആയി മാറും.
വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത്, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അടുത്ത വീഡിയോയുമായി കാണാം. ബൈ.